പറഞ്ഞു. This call is now being recorded. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ ആയിരുന്നു നോക്കിക്കൊണ്ടത് അല്ലേ. അതിൽ ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ്, ദെൻ ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായിരുന്നു നമ്മൾ ലാസ്റ്റ് നോക്കുന്നത് അല്ലേ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP എന്ന് ഷോർട്ടായിട്ട് പറയും. പിന്നെ അതിൽ ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 ഉള്ളത്. അപ്പോൾ മൊഡ്യൂൾ 2 നമ്മൾ ഇന്ന് തീർക്കും. തേർഡ് മൊഡ്യൂൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ യു ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് ദി ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. സോ ആസ് എ സ്റ്റേറ്റ് ഇറ്റ് റെപ്രസെൻറ്റ്സ് എന്തൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റർ ഓഫ് ദി യൂണിയൻ, then executive and legislature of the state, then all local and other authorities within the territory of India, then local self governments എല്ലാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് വരുന്നത്. അത് കൂടാണ്ട് ബാക്കി എന്തെങ്കിലും ഗവർണിംഗ് ബോഡീസ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് അവരെയും കൂടി നമുക്ക് ഈ സ്റ്റേറ്റിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്ക് വന്നു. ആർട്ടിക്കിൾ 12 to 35 defines fundamental rights. So classified into 7 at the beginning, but later one was removed and total 6 fundamental rights are there. Important are the fundamental rights: right to equality, right to freedom, right against exploitation, right to freedom of religion, cultural and educational rights, right to constitutional remedies. One by one ആയിട്ട് ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓൾസോ ഒരു essay type ക്വസ്റ്റ്യൻ ആയിട്ട് മൊത്തം ചോദിക്കുകയും ചെയ്യാം. Among these 7, one right to property was deleted in the 44th Amendment Act, and now there are 6 fundamental rights. Important ആണ് ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സും. ഓക്കെ, സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്, ആർട്ടിക്കിൾ 20. സോ ആർട്ടിക്കിൾ 20 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 20, നോ വൺ ക്യാൻ ബി അവാർഡഡ് പണിഷ്മെൻറ്റ് വിച്ച് ഈസ് മോർ ദാൻ വാട്ട് അവർ ലോ പ്രിസ്ക്രൈബ്സ്. ഓക്കെ, നമ്മൾ നിയമം പറയാത്ത രീതിയിൽ ഏത് ശിക്ഷയും ഒരാൾക്കും ഏതൊരു ഒഫൻസിനും പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുകയില്ല. സോ ആർട്ടിക്കിൾ 20 and ആർട്ടിക്കിൾ 23 clauses are there. ആർട്ടിക്കിൾ 21, 20, then 20 and 2 and 3, 1, 2 and 3 ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ സെപ്പറേറ്റ് ആയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ, നോക്കാം. ദെൻ റൈറ്റ് ടു ഫ്രീഡം from 19 to 22, Article 19 to 22. Right against exploitation from Article 23 to 24. Right to freedom of religion from Article 25 to 28. Then cultural and education rights from 29 to 30. Then right to constitutional remedies, last 6th one. Then this one is very important. Protection in respect of conviction for offences. So Article 20 ആണ് ഇത് ഈ കാര്യം പറയുന്നത്. That is പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ്, ഈ സിറ്റിസണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 20, no one can be awarded punishment which is more than what our law prescribes. Okay, so article 20, it is the protection in respect of conviction for offenses. ഇപ്പോൾ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പ്രൊട്ടക്ഷൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസിൻ്റെ ആർട്ടിക്കിൾസ് ഡീറ്റെയിൽസ് ചെയ്ത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 20 എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു വ്യക്തി ഇങ്ങനെ ഒരു ഒഫൻസ് ചെയ്തു, അപ്പോൾ ആർട്ടിക്കിൾ 20 പ്രകാരം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ആ രീതിയിലൊക്കെ വരാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ആർട്ടിക്കിൾ 20 ഡിഫറെൻറ്റ് ക്ലോസ് 1, 2 and 3 ആർ ദർ. ഇത് 1ൽ പറയുന്നത്, നോ പേഴ്സൺ ഷാൾ ബി കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് except for violation of the law in force at the time of the commission of the act charged as an offense, nor be subjected to a penalty greater than that which might have been inflicted under the law in force at the time of the commission of the offense. ഇപ്പോൾ ഇയാൾ ഈ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് എന്താണോ ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിൽ കൂടുതലുള്ള ശിക്ഷാ നടപടിയൊന്നും അയാളുടെ മുകളിൽ എടുക്കാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ അതാണ് ആർട്ടിക്കിൾ 20 ഫസ്റ്റ് ക്ലോസ് പറയുന്നത് അല്ലേ. സെക്കൻഡ് ആൻഡ് തേർഡ് എന്താ പറയുന്നത്, നോ പേഴ്സൺ ഷാൾ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഇപ്പോൾ ഒരേ കുറ്റകൃത്യമാണ് 2 പ്രാവശ്യം ചെയ്താലും സെയിം ശിക്ഷയാണ്. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് ക്ലോസിൽ പറയുന്നത്. തേർഡ് ക്ലോസോ അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തേർഡ് 23 എന്നുള്ളത് ആർട്ടിക്കിൾ, നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൾ ബി കമ്പൽ ടു ബി എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ്. അപ്പോൾ നമുക്ക് ഒരാളെ കമ്പൽ ചെയ്തിട്ട് അയാളത് ചെയ്തു
എന്നുള്ളത് കമ്പൽ ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പൽ ചെയ്തിട്ട് അയാളുടെ അടുത്ത് അത് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല, സൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ തമ്പ് ഇംപ്രഷൻ എടുത്തിട്ടോ. ഓക്കെ, അപ്പോൾ ഹി മേ ബി ആൻ അക്യൂസ്ഡ് ബട്ട് ഹി ഈസ് ഓൺലി ആൻ അക്യൂസ്ഡ്. സോ ഹി കാൺ ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ്. അപ്പോൾ അയാൾ അത് ചെയ്തു എന്നതാണല്ലോ വിറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ഇൻ അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ 23rd clause. Okay, so this is very important, this slide. അത് സെപ്പറേറ്റ് ഒരു ക്വസ്റ്റൻ ആയിട്ട് വരാം. Then after that we move on to directive principles of state policy. So what is that DPSP? They are the guidelines or principles given to all the institute governing the state of India. ഇന്ത്യൻ സ്റ്റേറ്റിൽ കാണുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലേ, സ്റ്റേറ്റ് റൺഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, സ്റ്റേറ്റ് മീൻസ് അവരുടെ സംസ്ഥാനങ്ങളുണ്ട്, അതുകൂടാണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് സെൻട്രൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. Institutes in the sense government bodies are there. So whatever the bodies or whatever the law they are enforcing, there are certain guidelines as put forward by these directly principles of state policy in the Constitution of India. So ആ പ്രകാരം മാത്രമാണ് ഇവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുക. Okay. The directive principles of state policy are enumerated in Part 4 of the Constitution from Article 36 to 51. അപ്പോൾ Article 36 to 51 in the Part 4 of the Constitution. അവിടെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് the idea of this DPSP is borrowed from Irish Constitution. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും കൂടി ഓർത്ത് നോക്കാം. So the aim of this DPSP is to create a social and economic condition under which a citizen can lead a good life. Okay, so in order to establish a social and economic democracy through a welfare state, that is the aim of the directive principle of state policy. So അതിന്റെ several features നമ്മൾ നോക്കി. That is one, it denotes the ideals that the state should keep in mind while formulating policies and enacting laws. അപ്പോൾ സ്റ്റേറ്റ് പോളിസീസ് ഫ്രെയിം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലോസ് എനാക്ട് ചെയ്യുമ്പോഴും അവർ പാലിക്കേണ്ട ചില ഗൈഡ് ലൈൻസ് ആണ് അത് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ. ഓക്കെ, so it is giving certain recommendation to the authorities while before framing certain rules or enacting certain laws. Okay, and also second feature is it is similar to the instrument of instructions specified in the Government of India 1935. For 1935 Government of India Act പ്രകാരമുള്ള instrument of instructions ഉണ്ട്, certain instructions given by the Governor General and to the governors by the British government. So it is similar to that instrument of instructions. That is the second feature. Then directive principle of state policy constitute a complete economic, social and political program for a modern democratic state. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള എല്ലാ രീതിയിലുള്ള ഗൈഡ് ലൈൻസും ആണ് അതിൽ കൊടുക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എക്കണോമിക്കൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ program for a modern democratic state. Then the fourth feature is the directive principle of state policy is non-justiciable in nature. ഓക്കെ, അപ്പോൾ അത് നോൺ ജസ്റ്റീഷ്യബിൾ എന്ന് വെച്ചാൽ അത് ഇപ്പോൾ ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ക്യാൻ ഇവാലുവേറ്റഡ് ആൻഡ് റിസോൾവ്ഡ് ബൈ ദ കോർട്സ്. അപ്പോൾ കോർട്ടിന് മുമ്പിൽ അത് എന്താണ് വാലിഡിറ്റി ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ദെൻ നോൺ ജസ്റ്റീഷ്യബിൾ മീൻസ് ഇറ്റ് നോട്ട് ഏബിൾ ടു ബി ഇവാലുവേറ്റഡ് ഓർ നോട്ട് ഏബിൾ ടു ബി റിസോൾവ്ഡ് ബൈ ദ കോർട്സ്. അതിനെയാണ് നോൺ ജസ്റ്റീഷ്യബിൾ എന്ന് പറയുന്നത്. So it is by nature it is not justiciable. Okay. So therefore the central government, state government and local governments cannot be compelled to implement them. അങ്ങനെ നമുക്ക് കമ്പൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. Okay. Then classification of directives, as you know that as I told yesterday that the constitution does not contain any classification of directive principle of state policy. Okay. Classification ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല, but there are certain guidelines which is given as articles. So these articles reflects different ideologies. Okay, so based on that we can group these articles into certain different groups. Actually these all articles are certain principles and they reflect certain ideologies. Based on that we can group it into 3 categories. So in questions അങ്ങനെ ചോദിക്കാം, ഇതിന്റെ ക്ലാസിഫിക്കേഷൻ കൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ എഴുതേണ്ടി വരും. So it is categorized as like socialistic principles, Gandhian principles, then liberal intellectual principles. So likewise it is classified. നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. Different articles are coming under these different classifications. അപ്പോൾ അതിൽ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളും ആസ് വെൽ ആസ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ആർ ഓൾസോ ആഡഡ്. Okay, so it includes the ideologies of liberalism,
Okay, so it helps to direct state into different things as given here. Okay, സെയിം സിവിൽ കോഡായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദി കൺട്രി. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ. Then before coming to fundamental duties and its legal status, നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റീവ്സിൽ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട് നമ്മളെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് അല്ലേ. സോ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ക്രിറ്റിസിസംസ്, അതാണ് നമ്മൾ ഇതിൻ്റെ പുറകെ നോക്കുന്നത്. ദർ ആർ ഓൾസോ സർട്ടൈൻ സാങ്ഷൻ ഇഷ്യൂസ് ബിഹൈൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്ന ഒരു ക്രിറ്റിസിസം മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് ദാറ്റ് ഈസ് നോ ലീഗൽ ഫോഴ്സ്. ഓക്കെ, അതായത് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് മെയിൻലി ബിക്കോസ് ദർ നോൺ ജസ്റ്റിഷ്യബിൾ ക്യാരക്ടർ. ഓക്കെ, ലീഗൽ ആയിട്ടുള്ള ഒരു ലീഗൽ ഫോഴ്സ് ഇതിലില്ല. ദാറ്റ് മീൻസ് വി കാൺ ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ബി ഇവാലുവേറ്റഡ് ആൻഡ് റിസോൾവ് ബൈ ദ കോർട്സ്. അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് അതിലില്ല. So that is one of the first criticism against this directive principle of state policy. Then another one is that illogically arranged. That is നമുക്കറിയാം അത് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പല ആർട്ടിക്കിൾസും പല ഐഡിയോളജീസ് പല പ്രിൻസിപ്പിൾസും ആണ്. സോ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി ക്ലാസിഫൈഡ് or it is either we can say that it is neither properly classified nor logically arranged. അപ്പോൾ അത് പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്തിട്ടില്ല, അതൊരു ലോജിക്കൽ അറേഞ്ച്മെന്റും അല്ല അതിൻ്റെ പ്രിൻസിപ്പിൾസിന്റെ അറേഞ്ച്മെന്റ്. സോ ഇറ്റ് ഈസ് ഇലോജിക്കലി അറേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിറ്റിസിസം ഉണ്ട്. ബിക്കോസ് ഇറ്റ് മിക്സ് അപ്സ് റിലേറ്റീവ്ലി അൺഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് വിത്ത് ദ മോസ്റ്റ് വൈറ്റൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുപോലുള്ളൊരു മിക്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് ആ രീതിയിലൊരു ക്രിറ്റിസിസം കൂടി വന്നിട്ടുണ്ട്. Then another one criticism is the conservative nature of this directive principle of state policy. That is, the directive principle of state policy is based on the it based on the political philosophy of the at that time England at that time അല്ലെങ്കിൽ 19th സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് നമുക്കുള്ളത്. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ 21st സെഞ്ചുറിയിൽ 19th സെഞ്ചുറിന്റെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നതിൽ അതിന്റെ ഒരു അടിസ്ഥാനമില്ല അല്ലെ. മീൻസ് ഇറ്റ് വിൽ ബി ഔട്ട്ഡേറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഓർ എൻറ്റയർലി ഔട്ട്ഡേറ്റഡ് ഇൻ ദ 21st സെഞ്ചുറി. സോ ദാറ്റ് ക്രിറ്റിസിസം ഈസ് ഓൾസോ ദർ. ഇപ്പോൾ അതിന് ഇപ്പോൾ നമ്മളെ 21st സെഞ്ചുറിയിലുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ട്. കാരണം ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഡ്യൂറിംഗ് ദ based on the political philosophy of the 19th century England. Okay. Then another criticism is constitutional conflict. അപ്പോൾ അതിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ട്. അതായത് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ ഒരു ഗവർണർ ആൻഡ് ചീഫ് മിനിസ്റ്റർ, അങ്ങനത്തെ കോൺഫ്ലിക്ട്സുകൾ അതിൽ വരുന്നുണ്ട്. Like for example, the state can give direction to the state. The center can give direction to the state with regard to the implementation of certain principle. അല്ലെങ്കിൽ കുറച്ചേതെങ്കിലും പ്രിൻസിപ്പിൾസിന്റെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെന്ററിന് സ്റ്റേറ്റിനോട് പറയാം, അല്ലെങ്കിൽ സ്റ്റേറ്റിന് ഡയറക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ഇൻസ്ട്രക്ട് ചെയ്യാം. പക്ഷെ അത് ചെയ്യാത്ത പക്ഷം, സ്റ്റേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു അധികാരം കൂടി സെൻട്രലിനുണ്ട്. സോ സച്ച് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്ട് ഈസ് ദർ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് DPSP. സോ ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം. ഇപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെയാണ് സർട്ടൻ ക്രിറ്റിസിസം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ലീഗൽ ഫോഴ്സ് ഇല്ല, അല്ലെങ്കിൽ ലോജിക്കലി അറേഞ്ച്ഡ്, അല്ലെങ്കിൽ അത് കൺസർവേറ്റീവ് നേച്ചർ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്ട്സ്. ദീസ് ആർ ദി സർട്ടൻ ക്രിറ്റിസിസംസ് അഗൈൻസ്റ്റ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ഓക്കെ, അപ്പോൾ ഈ നമുക്കറിയാം, നമ്മളിപ്പോൾ നോക്കിയത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കി, ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നോക്കി. രണ്ടും എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് മീൻസ് ദി certain rights given for the citizens of the country of India.
ഓക്കെ. ആൻഡ് DPSP എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി ഈ ഭരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ്സ് അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡീസ് പാലിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ് ആണ് DPSPയിൽ വരുന്നത്. ഓക്കെ. സോ if you compare the fundamental rights and this DPSP, we can see that നമുക്കൊരു ഒന്ന് രണ്ട് comparisons നോക്കാം. For example, fundamental rights are negative as they prohibit the state from doing certain things. Okay. But a directive principle of state policy is positive as it requires the state to do certain things. ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താ ചെയ്യുന്നത്? നമുക്ക് അനുവദിച്ചിരുന്ന റൈറ്റ്സ് ആണ്. സോ ഇറ്റ് പ്രൊഹിബിറ്റ് ദ സ്റ്റേറ്റ് ടു ഡു സർട്ടൻ തിങ്സ്. സ്റ്റേറ്റ്സിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫുള്ള് അലോ ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ അതൊരു ഒരു പർട്ടിക്കുലർ വ്യൂ പോയിന്റിൽ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് നെഗറ്റീവ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ എന്താണ്? അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസി ഈസ് പോസിറ്റീവ് ആസ് ഇറ്റ് റിക്വയർസ് ദി സ്റ്റേറ്റ് ടു ഡു സർട്ടൻ തിങ്സ്. സ്റ്റേറ്റിനോട് സർട്ടൻ തിങ്സ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതാണ് DPSP. ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് റൈറ്റ്സിൽ പറഞ്ഞത്. കാരണം അതൊക്കെ നമുക്ക് അനുവദിച്ചു തന്ന റൈറ്റ്സ് ആണ്. ഓക്കെ. ദെൻ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞാൽ DPSP ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ. അപ്പോൾ ദാറ്റ് ഈസ് ഇറ്റ് cannot be or it is not able to be violated and resolved by the courts. But we know that fundamental rights are justiciable. That is, they are legally enforceable by the courts in case of their violation. Okay. So if anywhere in India, if the fundamental rights of the citizen is violated, it can move to the court and it is justiciable. That is, it can be legally enforceable by the courts in such case of violations. Okay, but this directive principle state policy is non-justiciable. That is not legally enforceable by the courts for its violation. Okay. So even the government bodies are not uh, completely 100% uh, is doing that DPSP guidelines or following that guidelines. അപ്പം അങ്ങനെ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും കൂടി അത് ഈ കോർട്ടിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ. അപ്പോൾ അതാണ് ഒരു വേറെ രീതിയിൽ നമുക്കതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. ആൻഡ് അനദർ ഒരു കമ്പാരിസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ദേ എയിം അറ്റ് എസ്റ്റാബ്ലിഷിംഗ് പൊളിറ്റിക്കൽ ഡെമോക്രസി ഇൻ ദ കൺട്രി. ഇപ്പോൾ അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അനുവദിച്ചിട്ട് കൊടുത്ത റൈറ്റ്സ് ആണ്. മീൻസ് വി ആർ ഗിവിങ് സം ലിബർട്ടി അല്ലെ, കുറച്ചും കൂടി ഫ്രീഡം അനുവദിച്ച് തരുന്നതാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ ഇറ്റ് എയിംസ് അറ്റ് എസ്റ്റാബ്ലിഷിംഗ് പൊളിറ്റിക്കൽ ഡെമോക്രസി ഇൻ ദ കൺട്രി. But in the case of directive principle of state policy, it aims at establishing social and economic democracy in the country. Okay. So, ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഡെമോക്രസിയിലേക്ക് എയിം ചെയ്യുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയിലേക്ക് എയിം ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് കമ്പാരിസൺ. നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് അങ്ങനെ ചെയ്യാം. ദെൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലീഗൽ സാങ്ഷൻ ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാവ് ലീഗൽ സാങ്ഷൻ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസി ഹാസ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സാങ്ഷൻസ്. ലീഗൽ സാങ്ഷൻ ഇല്ല, അത് നോൺ ജസ്റ്റീഷ്യബിൾ ആണെന്ന് പറഞ്ഞു. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? ഇറ്റ് പ്രൊമോട്ട് ദി വെൽഫെയർ ഓഫ് ദി ഇൻഡിവിജ്വൽ അല്ലെ. സോ ഇറ്റ് ഈസ് നമുക്ക് അതിനെ വേണമെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു പേഴ്സണൽ എന്ന രീതിയിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത് അല്ലെ. ബട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രൊമോട്ട്സ് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഒരു സൊസൈറ്റീന്റെ മൊത്തമായിട്ടുള്ള വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് പാലിക്കേണ്ട ചില ഗൈഡ് ലൈൻസ് ആണ് അവർ പറയുന്നത്. സോ അതിന് നമുക്കൊന്നും എന്താ പറയുക, അതിന് കുറച്ചും കൂടി സോഷ്യലിസ്റ്റിക് ആണത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സൊസൈറ്റേറിയൻ ടൈപ്പ് ആണ് DPSP. ബട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മളെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അത് പുട്ട് ഫോർവേഡ് ചെയ്ത്. സോ ദേ ആർ പേഴ്സണൽ ഓർ ദേ ആർ ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് നോക്കാം. ഓക്കെ. ദെൻ സോ ദീസ് ആർ ദ ഡിഫറെന്റ് കമ്പാരിസൺസ്. പിന്നെ ഈ ജസ്റ്റീഷ്യബിൾ നേച്ചർ ആണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ. ദെൻ coming to next point, fundamental duties. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് അനുവദിച്ചിരുന്ന പോലെ വി ഓൾസോ ഹാവ് സർട്ടൈൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ടു ബി ഫോളോഡ്. അപ്പോൾ ഒരു 10+1 ഒരു 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് ഡ്യൂട്ടീസ് ആയിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഓക്കെ. നമുക്ക് അതിലേക്കൊന്ന് ജസ്റ്റ് ഒരു 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. So, first of all, fundamental duties and its legal status. So,
So initially, the original constitution contained only the fundamental rights and not the fundamental duties. ഓക്കെ, അപ്പോൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡ്യൂട്ടീസ് ഉണ്ടായില്ല. And the framers of the constitution did not feel it necessary to incorporate the fundamental duties of the citizens in the constitution. Okay. However, they incorporated the duties of the state in the constitution in the form of directory principles of state policy. So, these fundamental rights and duties പറയുമ്പോൾ the fundamental rights മാത്രമായിരുന്നു constitution ഉണ്ടല്ലോ. Fundamental duties are not or uh, contained in the constitution, but the duties of the state is incorporated in the constitution as directive principle of state policy. അപ്പോൾ directive principle of state policy പറയുന്നത് സ്റ്റേറ്റ് ചെയ്യേണ്ട അല്ലെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് തന്നെയാണ്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അതുപോലെ ഈ നമ്മൾ ചെയ്യേണ്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് ഇനീഷ്യലി കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൺലി റൈറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ലേറ്റർ ഓൺ ഇറ്റ് വാസ് ആഡഡ്. So later by 42nd Constitutional Amendment Act, that is in 1976, 10 fundamental duties of citizens were added in the Constitution as Article 51A. Article 51 ആയിട്ട് 10 fundamental duties add ചെയ്തു. 51A ആയിട്ട് 10 fundamental duties add ചെയ്തു. So in 2002, one more fundamental duty was added by the 86th Constitutional Amendment Act. So 86th Constitutional Amendment Act one more is added, that is 10+1 എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് 10+1 എന്ന് പറയുന്നത്. അത് ടോട്ടൽ 11 ആണുള്ളത്. ഓക്കെ, അപ്പോൾ 10 ബിഗിനിങ്ങിൽ ആഡ് ചെയ്തു 42nd Constitutional Amendment Actൽ 1976. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 2002 11th വൺ ആഡ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി എല്ലാവരും 10 ആയിരുന്നു, അത് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് ഒന്ന് വന്നുകൊണ്ട് അതിന് 10+1 എന്ന രീതിയിൽ പറയാറുണ്ട്. 11 ആണ് ടോട്ടലിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. And also the fundamental duties in the Indian Constitution are inspired by the Constitution of former USSR. The initial former Russian അല്ലെ USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, most of the constitutions of democratic countries like Australia, Canada, France, Germany and USA do not contain a list of duties of citizens. Okay, so fundamental duties are otherwise in only few countries in the world are having fundamental duties described in the constitution, in their constitution. അപ്പോൾ ഇന്ത്യയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതുപോലെ ജപ്പാൻ എന്നെല്ലാം പോലെ ചില രാജ്യങ്ങളിലുണ്ട്. പക്ഷെ മെനി ഒരുപാട് വികസിത രാജ്യങ്ങളിലും ഇതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒന്നും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഓക്കെ, സോ അതർ ദാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഓൺലി ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് കണ്ടെയ്നിങ് ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്. അപ്പോൾ ഈ ഇതുപോലത്തെ ഡെമോക്രാറ്റിക് കൺട്രീസ് നോക്കുകയാണെങ്കിൽ ജപ്പാനിലാണ് ഇതുപോലത്തെ ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടീസ് സിറ്റിസണിന് വേണ്ട ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രാജ്യം. ഓക്കെ, then the socialist countries give equal importance to fundamental rights and duties of their citizens. The necessity of fundamental duties was felt during the operation of the internal emergency. അപ്പോൾ ഇന്റേണൽ എമർജൻസി കാലഘട്ടത്തിലാണ് 1976 to 75 to 77 അന്നേരമാണ് ഇതിന്റെ ഒരു നെസസിറ്റി വന്നത്, ആവശ്യം വന്നത്. 1976 സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഇൻക്ലൂഷൻ ഓഫ് എ സെപ്പറേറ്റ് ചാപ്റ്റർ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അക്കോർഡിംഗ്ലി in 1976 the 42nd Constitutional Amendment Act was passed and Part 4A was added to the Constitution. അപ്പോൾ Part 4A ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉള്ളത്. ഓക്കെ, Article 51A. So what are the different list of fundamental duties? നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ്, അതെങ്ങനെയാണ് വന്നത്? ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല, അതിനുശേഷം ആഡ് ചെയ്തതാണ്. 42nd Amendment Act add ചെയ്തത്. അതിനുശേഷം 2002 11th one also added. Total there are 10 initially. Now there are 11 fundamental duties. So what are the list of fundamental duties? The fundamental duties are expected to follow by the citizens as a code of conduct in their actions. Okay, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നമ്മൾ പാലിക്കേണ്ട ചില കടമകളാണ് ഈ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അല്ലെ. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 51A, it shall be the duty of every citizen of India to എന്തൊക്കെയാണ് ആ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? To abide by the constitution and respect its ideals and institutions, the national flag and the national anthem.
അപ്പോൾ ആ പോയിന്റിൽ പറയുന്നത് തന്നെയാണ്. ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ അല്ലെങ്കിൽ നാഷനുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയൽസിനെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ ദേശീയ പതാകയെ ബഹുമാനിക്കുക, അല്ലെ, നമ്മുടെ നാഷണൽ ആന്തം ബഹുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ നാഷണൽ ആന്തത്തിന്റെ സമയത്ത് നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, അതിനെതിരെ ആക്ഷൻസ് വരുന്നത്. Then second one, to cherish and follow the noble ideals that inspired the national struggle for freedom. സോ അപ്പോൾ അതിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അതായത് നമ്മളെ നാഷണൽ സ്ട്രഗിൾ, ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഐഡിയൽസിനെ ബഹുമാനിക്കുക, അതിനെ ഫോളോ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് സെക്കൻഡ് ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. Then to uphold and protect the sovereignty, unity and integrity of India. അപ്പൊ എന്തൊക്കെയാണ് ടു uphold and protect the sovereignty, unity and integrity of India. അപ്പോൾ ഇന്ത്യയുടെ ഒരു സൊവേണിൻ ആയ അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമാണ്, അല്ലെ. അപ്പൊ അതിന്റെ നമുക്കറിയാം അതിന് ഒരു ഡൈവേഴ്സ് നേച്ചറാണുള്ളത്. പക്ഷെ അവിടെ നമുക്കൊരു യൂണിറ്റി ഉണ്ട്, നമ്മളൊരു ഇന്റഗ്രിറ്റി ഉള്ളത്, നമ്മളൊരു രാജ്യം എന്ന രീതിയിൽ നമുക്കൊരു ദേശീയതയുണ്ട്, അല്ലെ. So to uphold that and to protect that sovereignty, unity and integrity of our country. That is the third fundamental duty. Then to defend the country and render national service when called upon to do. Okay. അപ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നാഷണൽ സർവീസ് ചെയ്യാൻ അപ്പോൾ whenever they call, ഇപ്പോൾ ഇന്ത്യ പോലെ രാജ്യമാണെങ്കിൽ എന്താണ് ഹൈലി പോപ്പുലേറ്റഡ് ആണല്ലേ. പോപ്പുലേഷൻ കുറഞ്ഞ രാജ്യത്തൊക്കെ ഇപ്പോൾ ഓരോരോ ഫാമിലിയിൽ നിന്ന് ഒരാൾ നിർബന്ധമായിട്ടും എന്താണ് രാജ്യസേവകരായിട്ട് പോകേണ്ട അങ്ങനെയാണുള്ളത്. മിലിറ്ററി ജോബ്സ് അല്ലെങ്കിൽ ഈ മിലിറ്ററി അല്ലെങ്കിൽ ഡിഫൻസ് ഫീൽഡിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവരെ ചെറുപ്പത്തിൽ ആ രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടെ അത് ഡിഫോൾട്ടായിട്ട് അങ്ങനെയാണുള്ളത്, അത് സെർവ് ചെയ്തോളണം രാജ്യത്തിന്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഹൈലി പോപ്പുലേറ്റഡ് ആയതുകൊണ്ട് അങ്ങനെ ഒരു കമ്പൽസറി ഇല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ലിബർട്ടി ഫ്രീഡം അനുസരിച്ചിട്ട് അങ്ങനെ വരുന്നില്ല. സോ നാഷണൽ സർവീസ് ഒക്കെ ചെയ്യണം whenever we are called upon. That is the another fourth in the list of fundamental duties. And to promote harmony and spirit of common brotherhood amongst all the people of India, transcending religious, linguistic and regional or sectoral diversities, and give up practices derogatory to the dignity of woman. അപ്പോൾ ആ സെന്റൻസിൽ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടിയിൽ പറയുന്ന ഈ കാര്യങ്ങളാണ്, അല്ലെ. അല്ലെങ്കിൽ നമ്മളെ ഹാർമോണി, ടു പ്രൊമോട്ട് ഹാർമോണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്, അല്ലെ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഇന്ത്യ ഈസ് എ സെക്യുലർ സ്റ്റേറ്റ് ആണ്, അല്ലെ. അല്ലെങ്കിൽ എന്താ പറയാ, ഇവിടെ ഒരു ഫ്രട്ടേണിറ്റി ഉണ്ട്, ഒരു സഹോദര്യ സ്നേഹം ഉള്ള ഒരു രാജ്യമാണ്, അല്ലെ. കുറച്ചും സെക്യുലർ രാജ്യമാണ്. ഓക്കെ, സോ അതിന്റെ ആ ഒരു ഹാർമണി ഉൾക്കൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്തല്ല, അതിനെ വലുതാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഈ ഒരു ഫിഫ്ത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പറയുന്നത്. സോ ദാറ്റ് ഷുഡ് ബി റെസ്പെക്റ്റീവ് ഓഫ് ദ റിലീജിയൻ ഓർ ദ ലാംഗ്വേജ് ഓർ ദ റീജിയൻ ഓർ ദ സെക്ടറൽ ഡൈവേഴ്സിറ്റീസ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഒക്കെ അതീതമായിട്ട് നമ്മൾ സന്തോഷകരമായിട്ടുള്ള എന്താണ് അല്ലെങ്കിൽ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എല്ലാവരിലും പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫിഫ്ത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്. സിക്സ്ത് വൺ ഈസ് ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് ദ കൺട്രീസ് കോമ്പോസിറ്റ് കൾച്ചർ. ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിൽ ദർ ആർ ഡിഫറെന്റ് വൈഡ് വെറൈറ്റി ഓഫ് കൾച്ചർ, ഡൈവേഴ്സ് കൾച്ചർ ഉള്ള ഒരു രാജ്യമാണ്, അല്ലെ. ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട്. വൺ ഓഫ് ദി നമുക്ക് പറയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ്. അപ്പം സോ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ഓർ ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദിസ് റിച്ച് ഹെറിറ്റേജ് ഓഫ് ദ കൺട്രീസ് കോമ്പോസിറ്റ് കൾച്ചർ. ഓക്കെ, അപ്പോൾ ആ ഒരു പാരമ്പര്യം നിലനിർത്താനും ആ ഒരു വാല്യൂസ് പ്രിസർവ് ചെയ്യാനും ഉള്ള ഒരു കടമ കൂടി നമുക്ക് ആസ് എ സിറ്റിസൺ നമുക്കുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ സിക്സ്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ദെൻ
To protect and improve the natural environment, including forests, lakes, rivers, and wildlife, and to have kindness for living creatures. അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ലിവിങ് ക്രിയേച്ചേഴ്സിനോടുള്ള ഒരു അവരോട് ദയ കാണിക്കുക എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ 7th ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. Then 8th one is to develop scientific temper, humanism and spirit of inquiry and reform. അപ്പോൾ എന്താണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു വേ ഓഫ് ലൈഫ് ആണെന്ന് പറയുന്നത്. ഡിഫൈൻഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, അതായത് ഒരു ഇൻഡിവിജ്വൽ എന്ന കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ്, ഇറ്റ്സ് എ സോഷ്യൽ പ്രോസസ് ഓഫ് തിങ്കിങ് ആൻഡ് ആക്ടിങ്. ഓക്കെ, അപ്പൊ നമ്മളൊരു കുറച്ചും കൂടി ഒരു സാമൂഹികമായിട്ടുള്ള ചിന്താഗതിയും പ്രവൃത്തിയും വേണം എന്ന രീതിയിലാണ്. സോ ഇൻ ഓർഡർ ടു ഡെവലപ്പ് ദാറ്റ് കൾച്ചർ, അതിനെ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, മനുഷ്യത്വം അല്ല ഹ്യൂമാനിസം, സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. അപ്പൊ നമുക്ക് ഈ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യനബിൾ ആണ്. നമുക്ക് ചോദ്യം അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമുക്കത് ചോദ്യം ചെയ്ത് നമുക്കത് മാറ്റാൻ വേണ്ടി പറ്റും, അല്ലെ? അല്ലെ? ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ 8th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ദെൻ ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു റിനോൺസ് വയലൻസ്. ഇപ്പോൾ പബ്ലിക് പ്രോപ്പർട്ടി സേഫ് ഗാർഡ് ചെയ്യുക. ദെൻ റിനോൺസ് വയലൻസ്. റിനോൺസ് പറഞ്ഞാൽ വയലൻസ് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുക എന്ന കാര്യമാണ്. അതാണ് നമ്മൾ 9ാമത്തെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ദെൻ ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് the nation constantly rise to higher levels of effort and achievement. So the 10th one is to strive towards excellence in all spheres of individual and collective activity. ഇപ്പോൾ ഏത് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആയാലും അല്ലെങ്കിൽ ഗ്രൂപ്പ് യൂണിയൻ ഒരു കളക്റ്റീവ് ആക്ടിവിറ്റി ആയാലും അതിൽ നമ്മൾ മാക്സിമം നമ്മൾ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, അതിനോട് കൂടി തന്നെ നമ്മൾ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് കൂടി എയിം ചെയ്യുന്ന രീതിയിൽ എഫേർട്സ് എടുക്കുക. ഓക്കെ, സോ അങ്ങനെ എടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ രാജ്യത്തിനെയും നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, അല്ലെ? അല്ലെങ്കിൽ ഒരുപാട് അച്ചീവ്മെന്റ്സിലേക്ക് രാജ്യത്തിനെ ഉയർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളാണ് 8th 10th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ദെൻ 11th വൺ ഈസ് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഈച്ച് ചൈൽഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. അപ്പോൾ 6 14 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും കൊടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ട എല്ലാ ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുക. അതാണ് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇമ്പോർട്ടൻ്റ് ആണ്. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫീച്ചേഴ്സ് നോക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഫീച്ചേഴ്സും കൂടി നമുക്ക് നോക്കാം. സം ഓഫ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ മോറൽ ഡ്യൂട്ടീസ് വൈൽ അതേഴ്സ് ആർ സിവിക് ഡ്യൂട്ടീസ്. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സിൽ വരുന്നതാണ് സം ഓഫ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ മോറൽ ഡ്യൂട്ടീസ്, സം അതേഴ്സ് ആർ സിവിക് ഡ്യൂട്ടീസ്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് അപ്രീഷിയേറ്റിംഗ് നോബിൾ ഐഡിയാസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഈസ് എ മോറൽ ടീച്ചിങ് ആൻഡ് റെസ്പെക്ടിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം ഈസ് എ സിവിക് ഡ്യൂട്ടി. അപ്പോൾ ആ രീതിയിൽ 2 ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതാണ് അതിന്റെ ഒരു ഫീച്ചർ ആയിട്ട് പറയുന്നത്. ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റെഫേഴ്സ് ടു such value which have been a part of the Indian tradition, mythology, religion, and practices. In other words, they contain a codification of tasks integral to the Indian way of life. Okay, അപ്പോൾ fundamental duties refers to the value to such values which have been a part of Indian tradition, mythology, religion, practices. അപ്പോൾ ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട, ഇന്ത്യൻ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട ആയി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെ ഈ ഡ്യൂട്ടീസ് ഒക്കെ റെഫർ ചെയ്തിട്ടുള്ളത്. Okay. Then the fundamental duties are confined to Indian citizens only and do not extend to foreigners. But certain fundamental rights are extended to all persons, whether Indian citizen or foreigners. Okay. Fundamental duties, it is only confined to Indian citizens മാത്രം കൺഫൈൻ ചെയ്തിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉള്ളത്. ബട്ട് നോട്ട് എക്സ്റ്റെൻഡ് ടു ഫോറിനേഴ്സ്. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചിലതൊക്കെ ഫോറിനേഴ്സിനും കൂടി ബാധകമാണ്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. And again, fundamental duties are non-justiciable. Fundamental duties എന്താണ്? It's not like fundamental rights. It is non-justiciable, not able to be evaluated or resolved by the court. Okay.
The constitution does not provide for the direct enforcement by the courts. Okay, for direct enforcement involvement കോർട്ടിന് ഇതിലില്ല. There is no legal sanction against their violation. അത് വയലേറ്റ് ചെയ്തു എന്നതുകൊണ്ട് തന്നെ അതിന് അഗേൻസ്റ്റ് ലീഗൽ സാങ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടും വലിയ വകുപ്പില്ല. ഓക്കെ, however the parliament is free to enforce them by suitable legislation. ഓക്കെ, പാർലമെന്റിൽ അത് പാസ്സാക്കാൻ വേണ്ടി പറ്റും, അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈവൻ ഇൻ ദ കേസ് ഇഫ് യു ആർ നോട്ട് following it or it to an extent that it is not നമുക്ക് against ആയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, because it is non justiciable. So ഇതൊക്കെയാണ് അതിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സ്. Then next is the significance of fundamental duties. So what are the different significance of fundamental duties? So before that, there are certain criticisms of fundamental duties. നമുക്ക് എന്തൊക്കെയാണ് ക്രിറ്റിസിസം നോക്കാം. സോ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ മേഖലകളിലും അതിനെ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാർ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ഈവൻ ഇന്ത്യൻ സിറ്റിസൺസ് ആൻഡ് ഫോറിനേഴ്സ്. ആ രീതിയിലുള്ള കോമൺ ക്രിറ്റിസിസംസ് എന്തെല്ലാം എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്നുണ്ടല്ലേ. നമ്മൾ റൈറ്റ്സിൽ പറഞ്ഞു, നമ്മളെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിന്റെ കേസിൽ പറഞ്ഞു, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ കേസിലും ദർ ആർ സർട്ടൻ ക്രിറ്റിസിസംസ്. ഓക്കെ, സർട്ടൻ രീതി കുറച്ച് കാര്യങ്ങളാണ് ഈ ക്രിറ്റിസിസത്തിൽ. ലിസ്റ്റ് ഓഫ് one is the list of fundamental duties does not cover many other duties like casting vote, paying tax, family planning and so on. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒന്നും ഈ പറയുന്ന ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ കാസ്റ്റിംഗ് വോട്ട് അല്ലെ, വോട്ട് ചെയ്യാന്നുള്ള അവകാശമാണ്, നമ്മളെ റൈറ്റ് ആണ് വോട്ട് ചെയ്യാന്നുള്ളത്, പക്ഷെ അതൊരു ഡ്യൂട്ടി ആയിട്ട് പരാമർശിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് വൺ ക്രിറ്റിസിസം. ദെൻ പേയിങ് ടാക്സ്, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, നമുക്കറിയാം, ബട്ട് അതൊരു ഡ്യൂട്ടി ലിസ്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ആർ ദി സം ഓഫ് ദി ക്രിറ്റിസിസം. അങ്ങനെ ദാറ്റ് ഈസ് വൺ ക്രിറ്റിസിസം ഇസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഓർ നോട്ട് കവേർഡ് ഇൻ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെ. അതായത് ഇതൊക്കെ നമ്മൾ ഡ്യൂട്ടി ആണല്ലോ, കാസ്റ്റിംഗ് വോട്ട് ഈസ് അവർ ഡ്യൂട്ടി, പേയിങ് ടാക്സ് ഈസ് അവർ ഡ്യൂട്ടി, ബട്ട് ദേ ആർ നോട്ട് കവേർഡ് ഇൻ ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. So that is one criticism. Then some of the fundamental duties are vague, ambiguous, and difficult to understood by the common man. So as for other terms in the constitution, പൊതുവെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്രിറ്റിസിസത്തിൽ മെയിൻ ആയിട്ടുള്ള ക്രിറ്റിസിസമാണ് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല അതിന്റെ അത് എഴുതപ്പെട്ടിട്ടുള്ളത് അല്ലെ. ശരിയല്ലേ? ഒരു കുറച്ചും കൂടി ഹൈ ലെവൽ ഓഫ് നോളജ് ഉള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ആവറേജ് മാൻ്റെ ലെവലിലല്ല അത് എഴുതപ്പെട്ടിട്ടുള്ളത്. So same criticism is applied here also, or is used here also. Same criticism, or it is fundamental duties also criticized in a similar manner. Some of the fundamental duties are vague, ambiguous, and difficult to be understood by the common man. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നോബിൾ ഐഡിയൽസ്, കോമ്പോസിറ്റ് കൾച്ചർ, അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അതൊന്നും സാധാരണ ഒരാൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല അല്ലെ. And one more is that fundamental duties have been described by the critics as a moral teaching due to their non-justiciable character. അപ്പോൾ ഇതൊരു എന്താണ്, നമ്മളൊരു മോറൽ ടീച്ചിങ് എന്ന രീതിയിലേക്ക് മാത്രമാണ് അത് പോയിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ. ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ. ഇറ്റ് cannot be enforced or evaluated or can be resolved by the courts. സോ അതൊരു മോറൽ ടീച്ചിങ് എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. അതൊരു ഡ്യൂട്ടി ആണെങ്കിലും ആ ഡ്യൂട്ടി ചെയ്യിപ്പിക്കാനോ അത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനോ പറ്റുന്നില്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു മോറൽ ടീച്ചിങ്. നമുക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കത് ഉൾക്കൊള്ളാം അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം, ആ രീതിയിലേക്കാണ് അത് ഉള്ളത്. സോ ഇപ്പോൾ ആ രീതി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് ഓൺലി എ മോറൽ ടീച്ചിങ് because of their non-justiciable nature. That is the another criticisms came from certain areas. Then inclusion of fundamental duties as an addition of part 4 of the constitution has reduced their value and significance. അപ്പോൾ ഇത് പാർട്ട് 4th പാർട്ടായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. അതിന്റെ വാല്യൂ കുറച്ച് കാണിക്കുന്നു എന്ന രീതിയിൽ another criticism is also there. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ എവിടെയുള്ളത് പാർട്ട് 3-ലാണുള്ളത്. അപ്പോൾ ഏറ്റവും പാർട്ട് 1, 2, 3-ലൊക്കെ മെയിൻ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ പാർട്ട് 4-ലേക്ക് അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ വില കുറച്ച് കാണിച്ചു എന്നുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. ആക്ച്വലി ഇറ്റ് ക്യാൻ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 3. പാർട്ട് 4A ആയിട്ട് കൊടുക്കുന്നതിന് പകരം പാർട്ട് 3-ൽ അത് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു, പക്ഷെ അത് അങ്ങനെ ഒരു ക്രിറ്റിസിസം ഉണ്ട്. സോ ഈവൻ ദോ ഇഫ് യു ആർ ഹാവിങ് ഓൾ ദീസ് ക്രിറ്റിസിസംസ്, there are
certain significances of the fundamental, or certain, not certain, there are say significance of fundamental duties. ഇപ്പൊ എന്തൊക്കെയാണ് അതിന് സിഗ്നിഫിക്കൻസ് നോക്കിയിട്ട് നമുക്കിത് ഈ ഒരു അവർ വൈൻഡപ്പ് ചെയ്യാം. First one is fundamental duties serve as a reminder to the citizen that while enjoying their rights, they should also be conscious of duties they owe to their country, their society, and to their fellow citizens. അല്ലെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് ഒരു റിമൈൻഡർ ആണ്, നമുക്കൊക്കെ ഉള്ള സിറ്റിസൺസിനുള്ള റിമൈൻഡർ ആണ്. സി, വി ആർ എൻജോയിങ് അവർ റൈറ്റ്സ്. അല്ലെ, നമുക്ക് തന്ന റൈറ്റ് നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളത് ചോദ്യം ചെയ്യും പലരോടും. അല്ലെ, നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്റെ അവകാശമാണ്, എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ രാജ്യം എനിക്ക് അനുവദിച്ചിരുന്നില്ല എന്റെ അവകാശം, ഞാൻ ചെയ്യും. അതിനെന്താ, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഇങ്ങനെ പറയാൻ പറ്റുക എന്ന് നമുക്ക് ചോദ്യം ചെയ്യാം. ശരിയല്ലേ? നമുക്കിപ്പോ കോർട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റും നേരിട്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ബട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതുപോലത്തെ ജസ്റ്റീഷ്യബിൾ നേച്ചർ അല്ല അതിനുള്ളത്. സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സർവീസ് ആസ് റിമൈൻഡർ പോലെ അത് കിടക്കും നമുക്ക്. അല്ലെ, അത് അത് ചിലവർ ഈ ഡ്യൂട്ടീസ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സർവീസ് ആർ റിമൈൻഡർ ടു ദ സിറ്റിസൺ ദാറ്റ് വൈൽ എൻജോയിങ് ദർ റൈറ്റ്സ് ദേ ഷുഡ് ഓൾസോ ബി കോൺഷ്യസ് ഓഫ് ഡ്യൂട്ടീസ് ദേ ഓ ടു ദർ കൺട്രി, their society, and to their fellow citizens. Okay. Then second one, fundamental duties serve as a warning against the anti-national and anti-social activities like burning the national flag, destroying public property, and so on. So it also serves as a warning against the ആന്റി-നാഷണൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്? അപ്പോൾ ഈ രാജ്യത്തിന്റെ ചിഹ്നങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, അതിന്റെ ഐഡിയൽസിനെ നമ്മൾ ബഹുമാനിക്കണം. അല്ലെ, അപ്പോൾ ഇതുപോലത്തുള്ള കാര്യങ്ങൾ ആന്റി നാഷണൽ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അതിൽ ഇൻക്ലൂഡ് ആണ് ബേണിംഗ് ദ നാഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ. അപ്പൊ അതൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. അതിനെഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ആയിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതിന്റെ ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അപ്പൊ അതാണ് അതിന്റെ വേറൊരു ഇമ്പോർട്ടൻസ്. അല്ലെ, ഇതൊക്കെ നമ്മൾ പാലിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡ്യൂട്ടീസിന് അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈവൻ വി കാണ്ട് അവോയ്ഡ് ഇറ്റ്. ജസ്റ്റ് ഡ്യൂട്ടീസ് അത് ചെയ്തിട്ടും കുഴപ്പമില്ല, കാരണം അതിന് ലീഗൽ ആയിട്ടുള്ള ഒരു ഇതില്ല, എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് പാലിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമുക്കറിയാം ഈ ഒരു ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മൾ കടമകളാണ് അല്ലതെല്ലാം. സോ അതൊക്കെ ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് വാർണിംഗ് പോലെ അത് ഓർപ്പിക്കുന്നു ഈ ഡ്യൂട്ടീസ്. The fundamental duties serve as a source of inspiration for the citizen and promote a sense of discipline and commitment among them. So അത് വേറൊരു കാര്യമാണ്. അല്ലെ, അതൊരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊമോട്ട് എ സെൻസ് ഓഫ് ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം നമ്മളിൽ വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് നമ്മളെല്ലാവരും സൊസൈറ്റിയിൽ എല്ലാവർക്കും വരുത്താൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾസോ ദേ ക്രിയേറ്റ് എ ഫീലിംഗ് ദാറ്റ് ദ സിറ്റിസൺസ് ആർ നോട്ട് മിയർ സ്പെക്ടേറ്റേഴ്സ് ബട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഇൻ ദ റിയലൈസേഷൻ ഓഫ് നാഷണൽ ഗോൾസ്. അല്ലെ, രാജ്യത്തിന്റെ ഗോൾസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളും അതിലൊരു ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്. അല്ലെ, നമ്മൾ ഓരോരുത്തരും അതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്. അത് നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് നോക്കുന്ന ഒരു കാഴ്ചക്കാരനല്ല എന്ന് നമ്മളിൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് സിറ്റിസൺസിന് തരാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ലെ, അപ്പോൾ അതൊരു കാര്യം. ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ എൻഫോഴ്സബിൾ ബൈ ലോ. അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദീസ് ആർ ദ ഡിഫറെന്റ് നമ്മൾ നോക്കി ഫണ്ടമെന്റൽ മൊഡ്യൂൾ 2 വരുന്ന എല്ലാ കാര്യങ്ങളുമാണ് നമ്മളിപ്പോ നോക്കിയിട്ടുള്ളത്. ഹിയർ സി, അതിൽ ഇപ്പോ എന്താണ് ഈ പറയുന്ന, ഈവൻ ദോ ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ എൻഫോഴ്സബിൾ ബൈ ലോ. ലൈക്ക് വൈസ് ഇഫ് ദ പാർലമെന്റ് ക്യാൻ ഇമ്പോസ്, എങ്ങനെയാന്ന് വെച്ചാൽ പാർലമെന്റ് ഇമ്പോസ് അപ്രോപ്രിയേറ്റ് പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു ഫുൾഫിൽ എനി ഓഫ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അതിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തും അത് നിഷേധിക്കാൻ വേണ്ടി പറ്റൂല അതിലുള്ളത്. നമുക്ക് അതിനെതിരെ പണിഷ്മെന്റ് തരാൻ വേണ്ടിയിട്ടുള്ള അധികാരം പാർലമെന്റിനുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്.